രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇപ്പോൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ ഉയർന്ന തോതിൽ വെള്ളം വന്നതിന്റെ ഫലമായി ഗംഗാപ്പുഴയിൽ ഡേഞ്ചർ സോൺ 71.26 മീറ്റർ ആയിരുന്നത് കൂടി. അതാണ് അതിന്റെ ഡേഞ്ചർ സോൺ. അതിൽ കൂടാൻ പാടില്ല. പക്ഷെ അതിപ്പോ 71.75 ആയി. അപ്പൊ ആ ഡേഞ്ചർ സോൺ കിടന്നിട്ട് വെള്ളം കൂടി. അപ്പൊ അതിന് മണികർണിലും ഒക്കെ ക്രിമേഷൻ സെന്ററുകളൊക്കെയാണ് അവിടെ ഡെഡ് കടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ, ആ ഭാഗത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള ഒരു വലിയ വിഷയം, നമ്മളിപ്പോ ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ ഈ ദുരന്തങ്ങൾ കൂടുന്നത് മനുഷ്യന്റെ ഇടപെടൽ കൂടിയാണ് ഈ ദുരന്തങ്ങളെ വലുതാക്കുന്നത്. മഴ ഒരു പ്രധാന വില്ലൻ തന്നെയാണ്, അല്ലെങ്കിൽ വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, മഴ ഒരു പ്രധാന ഘടകം തന്നെയാണ്. മേഘവിസ്ഫോടനമാണ് എന്നൊരു ചിന്ത വന്നു. അല്ല, മേഘവിസ്ഫോടനത്തിന് ഉപരിയായി ഹിമപാതികൾ ഒന്നിച്ച് വന്നതാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പൊ എന്തായാലും അതിന്റെ കാര്യകാരണ സഹിതം ഹിമാലയത്തിൽ നടന്നതാണ്. അത് അടുത്ത ദിവസങ്ങളിലായിരിക്കും പുറത്തു വരിക. പക്ഷെ അതിന്റെ പഠനങ്ങൾ, കാരണം ഇതെല്ലാം പറയുന്നത് ഈ പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടാണ്, നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കിട്ടുന്ന വിവരങ്ങൾ അനലൈസ് ചെയ്താണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി മേഘവിസ്ഫോടനമാണോ? കാരണം മേഘവിസ്ഫോടനം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഹിമാലയൻ പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് അവർ വലിയ മഴ ഉണ്ടായാൽ ഉടൻ തന്നെ മേഘവിസ്ഫോടനത്തിലേക്ക് ക്ലബ് ചെയ്യുന്നത്. പക്ഷെ എന്നാൽ പോലും മേഘവിസ്ഫോടനം അല്ലാത്ത ഒരുപാട് സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകാം. കാരണം ഈ ഇടിഞ്ഞ് വെള്ളമെല്ലാം കൂടെ താഴോട്ട് വരുന്നത്. ഇതിന്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസമോ ഒന്നും ഉണ്ടാവുന്നതല്ല. ഇപ്പൊ കേരളത്തിൽ ഉരുൾപൊട്ടലുണ്ടായ നമ്മുടെ ചൂരൽമല എടുത്തു കഴിഞ്ഞാൽ 100 വർഷത്തെ അധിനിവേശം ഉണ്ട് അവിടെ. ഒരു ദിവസത്തെ അല്ല, ഒരു 100. അവിടുത്തെ ആദ്യം ബ്രിട്ടീഷുകാർ വന്ന് അവിടെ വലിയ കെട്ടിടം വെച്ചത് അന്ന് തുടങ്ങി 100 വർഷത്തെ അധിനിവേശത്തിന്റെ ഒരു ഫലം കൂടിയുണ്ട്. അപ്പം ഇത് ഒരു ദിവസം പെയ്യുന്ന മഴയോ അല്ലെങ്കിൽ 2 ദിവസം പെയ്യുന്ന പെട്ടെന്നൊരു മഴ അങ്ങനെ വന്നാൽ പോലും ഈ പെയ്യുന്ന മഴയെ ഉൾക്കൊള്ളുവാനോ അതിനനുസരിച്ച് അതിന്റെ ഭൂമി മണ്ണിനാവട്ടെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കാകട്ടെ ഈ പെയ്യുന്ന മഴയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവിടുത്തെ പാറയും മണ്ണും ഡെപ്തഡ് റോക്ക് എന്ന് പറയുന്നത് പറഞ്ഞാൽ സപ്തശിലയിലേക്കുള്ള ആഴം, പാറയുടെ ആഴവും ഇതെല്ലാം കൂടി വർഷങ്ങൾ എടുത്ത് ഡീസ്റ്റെബിലൈസ് ചെയ്ത് വരുമ്പോഴാണ് ഒരു നാൾ ഇതെല്ലാം കൂടി കുഴപ്പം വരുന്നത്. അത് ഹെൽത്തിയായി നിൽക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ ഹെൽത്ത് കുറഞ്ഞു വരുമ്പോഴാണ് ഈ നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ വരുന്നത് പോലെ ഇതവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും വർദ്ധിച്ച മഴ ഒരു പ്രധാനപ്പെട്ട വില്ലൻ തന്നെയാണ്, ഒരു ഘടകം തന്നെയാണ്. പക്ഷെ ആ വർദ്ധിച്ചു വരുന്ന മഴ മാത്രമല്ല ഇത്രയും പ്രതിസന്ധി കൂട്ടും. 10-15 ആളുകളെ അവിടെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു, നിരവധി ക്യാമ്പുകൾ തുറന്നിരിക്കുന്നു, 5ഓളം പേർ മരിച്ചുപോയി. പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ഞാനീ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഇടപെടലും വലിയ തോതിലുണ്ട്. കാര്യം മനുഷ്യവാസം ഇല്ലെങ്കിൽ ഭൂമിയിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നു, ഒരു വാർത്തയാകൂല. പക്ഷെ ഇവിടെ നല്ല തോതിൽ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളായതുകൊണ്ടാണ് ഈ റോഡ് കണക്ടിവിറ്റി നഷ്ടമായതും, ടെലിഫോൺ കണക്ടിവിറ്റി, റോഡ്, അതുപോലെ തന്നെ കറണ്ട് ഇതെല്ലാം ഇല്ലാത്ത സ്ഥിതിയിലാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. 100 ആളുകൾ അവിടെ കിടപ്പുണ്ട്, അവരെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് മനുഷ്യവാസവും ഒരു കാരണമാണ്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ മനുഷ്യന്റെ അശാസ്ത്രീയമായ പ്രകൃതിയിലുള്ള ഇടപെടലുകൾ നമുക്കറിയാം. നമ്മളിപ്പോ വെള്ളപ്പൊക്കമായാലും പ്രളയമായാലും കേരളവുമായി കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ മതി. നമുക്കിപ്പോ തിരുവനന്തപുരത്ത് ആമഴഞ്ചാൻ തോടിലെ പ്രശ്നം ഇതുവരെ അവർ പരിഹരിച്ചില്ല. വർഷം എത്രയായി? ഇപ്പോ ഒരു വർഷം കഴിഞ്ഞു. എത്രയായിരുന്നാലും ഒരു വർഷം കഴിഞ്ഞു. അവിടെ ജോയി മരിക്കുകയും ചെയ്ത് വർഷം 1 കഴിഞ്ഞു. ഇതുവരെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. വലിയ മഴ പെയ്താൽ ഇനിയിപ്പോൾ അത് തന്നെ സംഭവിക്കും. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിന്റെ, അത് ഇന്ത്യ ആയാലും കേരളമായാലും ഏത് സ്റ്റേറ്റ് ആയാലും, ഒന്ന് പ്രകൃതിയോടുള്ള നമ്മുടെ വല്ലാത്തമായ ഒരു അധിനിവേശം ഉണ്ട്. അത് വികസനത്തിന്റെ പേരിലുള്ള ഒരു അധിനിവേശം ഉണ്ട്. 2, പ്രകൃതിയിൽ തന്നെ എല്ലാ മനുഷ്യരുടെയും കൂടി, അത് ഭൂമിക്കാകെ, നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ഭൂമിയിലാകെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് ഈ നൂറ്റാണ്ടിൽ, ഈ കഴിഞ്ഞ അതായത് 2000 നൂറ്റാണ്ടിലും 2025, അത് കഴിഞ്ഞൊരു 60, 70, 80 വർഷം കൊണ്ട് ഭൂമിയുടെ ചൂട് വല്ലാതെ കൂട്ടുന്നതിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആവട്ടെ, ഹരിതഗൃഹ പ്രഭാവമാവട്ടെ, ആഗോളതാപനമാവട്ടെ, കാലാവസ്ഥ വ്യതിയാനമാകട്ടെ, ഇത് വരുത്തുന്നതിൽ മനുഷ്യന് വലിയ പങ്കുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യം. അല്ലാതെ പ്രകൃതിയുടെ മാത്രം ഒരു പങ്കല്ല, മനുഷ്യരുടെ പങ്ക്, മനുഷ്യന്റെ ഇടപെടലും മനുഷ്യന്റെ കയ്യേറ്റവും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ വിഷയത്തെ ഇത്രയും വഷളാക്കുന്നത്. അല്ലെങ്കിൽ ഇത് പ്രകൃതി എത്രയോ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു അതിന്റെ ബാലൻസിങ്ങിന് വേണ്ടി. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബാലൻസിങ്ങിന് വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ കാണിക്കും. അത് ദുർബലമായാൽ പൊട്ടിയേ കഴിയൂ. അത് ബലപ്പെടുമ്പോൾ അതാണ് പ്രകൃതി, അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ വർദ്ധിച്ച മഴ വന്നാൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു സാഹചര്യം ഭൗമശാസ്ത്രപരമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹിമാലയൻ റീജിയനിലൊക്കെ. ആ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്നൊക്കെ പറയാം. ഡീസ്റ്റെബിലൈസ് ചെയ്താൽ താഴേക്ക് വന്നല്ലേ പറ്റുള്ളൂ.
നിൽക്കാൻ പറ്റാത്ത കാര്യം. അപ്പൊ താഴെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പൊ നമ്മളൊരു മലയുണ്ടെങ്കിൽ അതിന്റെ താഴെ ഭാഗത്തുള്ള നടക്കുന്ന പ്രവർത്തനങ്ങളും ഭൂഗർഭജലത്തിലുണ്ടാകുന്ന വിധാനത്തിന്റെ വ്യത്യാസവും അമിതമായ ഭൂഗർഭജല ചൂഷണവും ഇതെല്ലാം കൂടി ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. അപ്പൊ ഇത് ഓരോ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ പല അവരവരുടെ പങ്ക് അവരവർ നിർവഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ഭൂവിനിയോഗത്തിലുണ്ടാക്കിയ മാറ്റം, അതിന് പിന്നെ വനനശീകരണത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ, മനുഷ്യന്റെ അശാസ്ത്ര ഇടപെടലുകൾ, പ്രകൃതിയിലുണ്ടായ അമിതമായ ചൂട്, പിന്നെ കടല് വല്ലാതെ തിളയ്ക്കുകയാണ്. കടലിപ്പം 20 ദിവസമായിരുന്നു നേരത്തെ കടൽ ചൂടായിരുന്നെങ്കിൽ ഇപ്പൊ 120 ദിവസമൊക്കെ കടൽ ചൂടാവുകയാണ്. ഇതെല്ലാം ഇങ്ങനെ കുറേശ്ശെ നമ്മൾ ട്രിഗർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയാണ് ഈ പ്രശ്നങ്ങളെ ഇത്രയും വഷളാക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഈ പ്രദേശത്ത് ഇതുപോലെ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ വരുമ്പോൾ ഇത് ഭാവിയിൽ ഈ പ്രദേശത്ത് ഒരു മനുഷ്യവാസം സാധ്യമാകുന്നതായിരിക്കുമോ? കാരണം ഇങ്ങനെ ദുരന്തങ്ങൾ ഓരോ സംഭവിക്കുന്നു. തീർച്ചയായിട്ടും പ്രയാസമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്താണ്? ഇപ്പൊ എനിക്ക് ആങ്കറുടെ പേരറിഞ്ഞൂടെ, എന്നാലും ഞാൻ പേര് വിളിക്കാത്ത. നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിത്രമോ ഭൂമിശാസ്ത്രമോ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. സഹാറ മരുഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ രാജസ്ഥാനിൽ, ഇപ്പൊ നമ്മൾ മരുഭൂമി എന്ന് പഠിച്ചു വയ്ക്കുന്ന രാജസ്ഥാനിൽ നേരത്തെ സരസ്വതി നദിയും വലിയ നദി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പൊ അത് വഴിമാറിപ്പോയതാണ്. പമ്പയാർ എന്ന് പറയുന്നത് 4 നദികൾ ചേർന്ന് ഒന്നിച്ച്, ഇപ്പോഴത്തെ മണിമലയാറും അച്ചൻകോലാറും ഉൾപ്പെടെയുള്ള 4 നദികൾ ചേർന്ന് കിടന്നതാണ് ഗ്രേറ്റർ പമ്പ. അത് 4 ആയതാണ്. പ്രകൃതിയെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും അത് പുതിയ പുഴകൾ ഉണ്ടാക്കും, പുതിയ സ്ഥലങ്ങൾ ഉണ്ടാക്കും, പുതിയ ഭൂമിശാസ്ത്രം ഉണ്ടാക്കും, മരുവൽക്കരണം ഉണ്ടാക്കും. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അങ്ങനെ സഞ്ചാരികളായി പോയിട്ടുമുണ്ട്. ഇവിടെ ഇന്നിപ്പോ വേറെ ഉദാഹരണം പറഞ്ഞാൽ താങ്കൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, കണക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് കേരളത്തിൽ ബെറോട്ട അടിക്കാനും തെങ്ങിക്കയറാനും വരുന്ന ബംഗാളികൾ 50 വയസ്സുകാരാണെങ്കിൽ, ഒരു 40-50 വയസ്സുകാരാണെങ്കിൽ 70കളിൽ 80കൾക്ക് ബംഗാളിൽ ഉണ്ടായ ക്ഷാമത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും വരൾച്ചയുടെയും അന്ന് ജനിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ പലായനം ചെയ്ത് പല സ്റ്റേറ്റിൽ പോയതിന്റെ ബാക്കി പത്രമാണ് ആ ഒരു വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആളുകൾ ഇന്ന് ബംഗാളികൾ ഇന്ന് കേരളത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആളുകൾ പലായനം ചെയ്ത് പോകും. പ്രകൃതി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും സ്ഥിരമായിട്ടൊരിടത്ത് താമസിക്കണം, ഞങ്ങളുടെ വീട് ഇതാണ്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകൃതിയിൽ കുറെ സ്ഥലങ്ങൾ സേഫ് ആയിരിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ മറ്റൊരു സ്ഥലമായിരിക്കും സേഫ്. അതനുസരിച്ച് മനുഷ്യനും പലായനം ചെയ്ത് ജീവിച്ചേ കഴിയൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലം സേഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയുക പ്രയാസമാണ്. കുറച്ചു കാലത്തേക്ക് എല്ലായിടവും സേഫാണ്. ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകും ആ സേഫിന്റെ കാലയളവ്. എന്നല്ലാതെ എല്ലാ സ്ഥലവും എല്ലാ കാലവും സേഫ് ആയിരിക്കണം എന്നുള്ളത് പ്രകൃതിക്ക് അങ്ങനെ കഴിയില്ല. കാരണം പ്രകൃതിയിലെ ഡൈനാമിക്സ് ഉള്ളതുകൊണ്ടാണ്. സൂര്യന്റെ ചൂട്, കടലിന്റെ വെള്ളം, കാറ്റ്, തീ, ഇങ്ങനെ ഒരുപാട് ഡൈനാമിക് വസ്തുക്കൾ ഉള്ളത് കൊണ്ടും നൈട്രജൻ സർക്കിൾ, കാർബൺ സൈക്കിൾ, വാട്ടർ സൈക്കിൾ, റെയിനിന്റെ സൈക്കിൾ, സോളാർ സൈക്കിൾ, ഇതെല്ലാം ചലനമായത് കൊണ്ടും ഭൂമി സൂര്യനെ കറങ്ങുന്നതുകൊണ്ടും സ്വയം കറങ്ങുന്നതുകൊണ്ടും ഇതെല്ലാം സംഭവിക്കുന്ന ഒരു ചലനമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്ക് ഡൈനാമിക് പ്രോസസ്സുള്ള ഒരു ഭൂമിയിൽ ഒരു കാരണവശാലും നമുക്ക് എല്ലാ സ്ഥലവും സുരക്ഷിതമാണെന്ന് പറയാൻ കഴിയില്ല. ഒരു പർട്ടിക്കുലർ വർഷങ്ങൾ, കുറെ വർഷം, 100 വർഷം, 200 വർഷം, അല്ല 500 വർഷം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സുരക്ഷിതത്വം. ഇപ്പൊ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വിദേശ UAE പോലുള്ള എണ്ണ കിട്ടുന്ന രാജ്യങ്ങളിൽ എണ്ണ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ എണ്ണ എന്ന് പറയുന്നത്, പെട്രോൾ എന്ന് പറയുന്നത് പീറ്റ്, കൽക്കരി തുടങ്ങിയ വസ്തുക്കളിൽ നിന്ന് ഉണ്ടായതാണ്. അത് തടിയിൽ നിന്നുണ്ടായതാണ്. തടിയിൽ നേരത്തെ ഉണ്ടായതാണ്. അപ്പൊ തടി എവിടെന്നാ ഭൂമിക്കടി പോയത്? ഏതോ നൂറ്റാണ്ടിലാണ് പോയത്. അപ്പൊ ഇതെല്ലാം ഒരു സൈക്ലിക് പ്രോസസ്സിലൂടെ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. കടൽ കയറുന്നു, കടൽ ഇറങ്ങുന്നു. ചങ്ങനാശ്ശേരിയിൽ കടൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമാണ്. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ കടൽ ഉണ്ടായിരുന്നു. ചങ്ങനാശ്ശേരിയുടെ ഭാഗത്തുനിന്ന് കടൽ ഇറങ്ങിയതാണ്. ഇപ്പോഴും പല സ്ഥലത്തും മണൽ കാണാം. തിരുവനന്തപുരത്ത് വന്നാൽ ആർട്സ് സയൻസ് കോളേജ്, സെന്റ് സേവിയേഴ്സ് കോളേജ് സ്ഥലങ്ങളിൽ നന്നായി മണൽ കാണാം. ISR ഓഫീസിനകത്തൊക്കെ അവിടെ കടൽ നേരത്തെ കയറി കിടന്നു, കടൽ ഇറങ്ങിയതാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ വേറെ എവിടെയോ കയറി. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഈ ദുരന്ത പരിപാലനമോ ഇത്തരം ഭൂമിശാസ്ത്രമോ ഇതിന്റെ പരിസ്ഥിതി ശാസ്ത്രമോ മഴയുടെ ശാസ്ത്രമോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര ആശങ്ക വരുന്നത്. അല്ലെങ്കിൽ ഒരാശങ്കയുമില്ല. പ്രകൃതിയോടൊത്ത് ജീവിക്കുക, പ്രകൃതിയെ പരമാവധി മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത് മാത്രമേ മനുഷ്യന് കരണീയമാണ്. അത് നമുക്ക് മാത്രമല്ല, അമേരിക്ക ആയാലും അവർ ടൊറന്റോയും അതുപോലെയുള്ള എത്രയോ വലിയ കൊടുങ്കാറ്റുകളും ഹരിക്കെയിൻസ് എന്നൊക്കെ പറയുന്ന വളരെ വലിയ കൊടുങ്കാറ്റിലാണ്. അവർക്ക് വല്ലതും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും ചെയ്യാൻ. അപ്പൊ സാങ്കേതിക വിദ്യയ്ക്ക് ഒരുപാട് പരിമിതിയുണ്ട്. പ്രളയം നമ്മൾ കാണുന്നതാണ് കാനഡയിലൊക്കെ. അതുകൊണ്ട് വലിയ പരിമിതിയുണ്ട് മനുഷ്യർക്ക്. ആ പരിമിതി മനുഷ്യർ തിരിച്ചറിയണം. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഓരോ നേട്ടങ്ങൾ വരുമ്പോൾ മനുഷ്യൻ അഹങ്കരിക്കുന്നത് നമുക്കിതെല്ലാം കഴിയുമെന്നാണ്. പക്ഷെ അല്ല, ഇത് നമുക്ക് കഴിയില്ല എന്നുള്ളിടത്താണ്. അപ്പൊ നമുക്ക് കൂടുതൽ അതാണ് സുസ്ഥിര വികസനമൊക്കെ 1970കൾ മുതൽ ഐക്യരാഷ്ട്രസഭയൊക്കെ പറയുന്നത് എന്താണ്? 50 വർഷം കൊണ്ട് പറയുകയാണ് സുസ്ഥിര വികസനം വേണമെന്ന്. എന്താ സുസ്ഥിര വികസനം? പ്രകൃതിയുമായി കൂടി കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ജീവിത രീതികൾ, കെട്ടിട നിർമ്മാണ രീതികളൊക്കെ നമുക്ക് വേണ്ടിവരും.
ഇപ്പൊ ഉദാഹരണം ഞാൻ ദീർഘമായി പറയുന്നത്, ലാറി വെക്കറിന്റെയോ ശങ്കറിന്റെ മോഡലിൽ ഒരു വീട് വെച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കാൾ കൂടുതലായിരിക്കും ഫുൾ കോൺക്രീറ്റ് വീട് വെച്ചാൽ. ഇനി അതിനേക്കാൾ അപകടം കുറവായിരിക്കും മുള കൊണ്ടിട്ട വീട് വെച്ചാൽ. ഇതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ മലനിരകളിൽ, ഹിമാലയൻ മലനിരകളിൽ, വയനാടൻ മലനിരകളിൽ വീട് വെക്കുമ്പോൾ എങ്ങനത്തെ വീട് വെക്കണം, എന്ത് ടൈപ്പുള്ള റോഡ് വേണം, മലയോര ഹൈവേ വേണോ, ടണൽ വേണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കണം. ആലോചിക്കാതെ വരുമ്പോൾ ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു രീതി നമുക്ക് വികസനത്തിലില്ല. നമുക്ക് വലിയ റോഡ്, വലിയ പാലം, വലിയ സംവിധാനങ്ങൾ, വലിയ വീട്, വലിയ കാറ്, എല്ലാം വലിപ്പമുള്ളത് എല്ലാവർക്കും എല്ലായിടത്തും വേണം. അവിടെയാണ് എന്റെ പ്രശ്നം. എല്ലാവർക്കും വേണം, എല്ലായിടത്തും വേണം. ആർക്കെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു പോയാൽ നമ്മൾ ചോദിക്കും അവരെ എന്താ രണ്ടാം നിരക്കാരെ കാണുകയാണെന്ന് ചോദിക്കും. അപ്പോൾ കുട്ടനാട് വയ്ക്കുന്ന അതേ വീട്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ ചെങ്ങന്നൂരോ വയ്ക്കുന്ന, അല്ലെങ്കിൽ തിരുവനന്തപുരം ഇടനാട് പ്രദേശത്ത് വയ്ക്കുന്ന അതേ മോഡലിൽ അതേ കൃഷികൾ മലനാട്ടിലും ചെയ്യണം എന്ന് മലനാട്ടുകാർ പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയാവൂല. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ പ്രളയം വല്ലാതെ വന്ന് മണ്ണിടിച്ചിലൊക്കെ വന്ന വർഷത്തിൽ ഇന്നത്തെ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ അന്ന് ഇടുക്കി MLA ആയിരുന്നപ്പോൾ ഞങ്ങളൊരു ചാനൽ ചർച്ചയിൽ തമ്മിൽ ഇങ്ങനെ തർക്കം വന്നു. മലനാട് പ്രദേശമായ ഇടുക്കിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ കപ്പ കൃഷി ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അപ്പൊ ചോദ്യത്തിൽ ഞാൻ പെട്ടുപോയി. ഇടുക്കിക്കാർക്ക് കപ്പ കഴിക്കണ്ടേ? ഞാൻ പറഞ്ഞു, സോറി സാർ, നിങ്ങൾ തൊടുപുഴയിൽ നിന്ന് കൊണ്ടുപോകണം, ഇടുക്കിയിൽ കപ്പ വയ്ക്കാൻ പറ്റില്ല, വാഴ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാർ വിടുവോ? ഇത് തന്നെയാണ് ഹിമാലയത്തിന്റെ സ്ഥിതി. മലനിരകളിൽ 10 ഡിഗ്രി കൂടുതൽ ചരിവ് കൂടിയിട്ടുള്ള പ്രദേശങ്ങളിൽ ഓരോ കൃഷിയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ആര് കേൾക്കാനാണ്? ആർക്കാണ് ഇതിൽ താല്പര്യമുള്ളത്? അതുകൊണ്ട് ആർക്കും താല്പര്യമില്ലാത്തൊരു വിഷയമാണിത്. അതുകൊണ്ട് ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും, ചാനലുകൾ ചർച്ച ചെയ്യും, മാധ്യമങ്ങൾ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും വീണ്ടും സ്ക്വയർ ഒന്നിലേക്ക് കയറി അതിനേക്കാൾ മോശമായ രീതിയിൽ റോഡും പാലവും എല്ലാം നിർമ്മിച്ച് ഭൂമിയെ ഉപദ്രവിക്കും. അപ്പൊ ഭൂമിയെ എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി വസിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല. മനുഷ്യൻ എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ടുള്ള ഒരു അവസാനം വന്നൊരു വസ്തു മാത്രമാണ്, ഒരാൾ മാത്രമാണ്. അല്ലാതെ പ്രകൃതി എന്നുള്ള മനുഷ്യന് വേണ്ടിയിട്ടല്ല. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവനുകളെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ നിർഭാഗ്യവശാൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്ക് വലിയ വികസനം വേണം, വലിയ സംവിധാനം വേണം. അത് ഉൾക്കൊള്ളാനുള്ള ഭൂമി ഈ ഭൂമിയിൽ ഇല്ല. ഇനി ഹിമാലയത്തിനും ഇല്ല, കേരളത്തിനും ഇല്ല, ഒരു സ്ഥലത്തിനും ആ ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ല. ക്യാരിയിങ് കപ്പാസിറ്റി കടന്നാണ് ഒരു വാഹക ശേഷിയുണ്ട് ഓരോ സ്ഥലത്തിനും. ആ വാഹക ശേഷി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ വാഹക ശേഷിക്ക് അനുസരിച്ച് ഒരു ക്യാരിയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഭക്ഷണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് മനുഷ്യൻ തന്നെ കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? അസുഖം വരും. അതുപോലെ തന്നെയാണ് ഭൂമിയും. ഭൂമിയെ ഈ ഡൈനാമിസം ഉള്ളിടത്തോളം കാലം, സൂര്യന്റെ ചക്രമുള്ളിടത്തോളം കാലം, ചൂടും പ്രകാശവും ഭൂമിയിൽ വരുന്നിടത്തോളം കാലം, കടലിലെ വെള്ളം നീരാവി ആകുന്നിടത്തോളം കാലം, മുകളിൽ പോയ മേഘങ്ങൾ രൂപപ്പെടുന്നിടത്തോളം കാലം, ഇതെല്ലാം ഉള്ളിടത്തോളം കാലം മനുഷ്യന്റെ ഇടപെടൽ വളരെ കൃത്യമായി പ്രകൃതി സൗഹൃദമായില്ലെങ്കിൽ ഇനി ഇത്തരം ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യുന്നത് കൊണ്ട് മാത്രം തീരുന്നതല്ല വിഷയങ്ങൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.